കർത്താവായ യേശുവേ, ഈ ഓഡിയോ ബൈബിൾ കേൾക്കുന്നവരെയും ഇത് ഷെയർ ചെയ്യുന്നവരെയും അവിടുന്ന് സ്പർശിക്കണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ വിട്ടുമാറട്ടെ, പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ, അന്ധകാരത്തിൻ്റെ മൂടുപടം മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും ഛിന്ന ഭിന്നമാകട്ടെ. യേശു നാമത്തിൻ്റെ അഭിഷേകം ഓരോരുത്തരിലേക്കും നിറയപ്പെടട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 11. ലാസറിന്റെ മരണം. ലാസർ എന്ന് പേരായ ഒരുവൻ രോഗബാധിതനായി. ഇവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടെ ഗ്രാമമായ ബഥാനിയയിൽ നിന്നുള്ളവനായിരുന്നു. ഈ മറിയമാണ് സുഗന്ധതൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത്. ഇവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത്. കർത്താവെ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കലേക്ക് ആളയച്ചു. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. യേശു മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി ചെലവഴിച്ചു. അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നുവല്ലോ, എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ? യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂറിലെ പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല. ഈ ലോകത്തിൻ്റെ പ്രകാശം അവൻ കാണുന്നു. രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. അവൻ തുടർന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവെ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. യേശു അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. ദീദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. യേശു പുനരുത്ഥാനവും ജീവനും. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബഥാനിയ ജെറുസലേമിനടുത്ത് ഏകദേശം 15 സ്ഥാദിയോൻ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു കരയുന്നു. ഇത് പറഞ്ഞിട്ട് അവൾ പോയി തൻ്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച്, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു. ഇത് കേട്ടയുടനെ അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുക്കലേക്ക് ചെന്നു. യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. മർത്ത കണ്ട സ്ഥലത്ത് തന്നെ അവൻ നിൽക്കുകയായിരുന്നു. മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് വീട്ടിൽ അവളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്ന യഹൂദർ അവളെ അനുഗമിച്ചു. അവൾ ശവകുടീരത്തെങ്കിൽ കരയാൻ പോവുകയാണെന്ന് അവർ വിചാരിച്ചു. മറിയം യേശു നിന്നിരുന്നിടത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞു, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. അവളും അവളോട് കൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു, അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അവർ അവനോട് പറഞ്ഞു, കർത്താവെ, വന്ന് കാണുക. യേശു കണ്ണീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു, അന്ധൻ്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? ലാസറിനെ ഉയർപ്പിക്കുന്നു.
യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിന്മേൽ ഒരു കല്ലും വെച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവെ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും. ഇത് 4-ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുകളുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണ്. ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. യേശുവിനെ വധിക്കാൻ ആലോചന. മറിയത്തിന്റെ അടുക്കൽ നിന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു. എന്നാൽ അവരിൽ ചിലർ ചെന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ഫരിസേയരോട് പറഞ്ഞു. അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും ആലോചന സംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു, നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ. അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. അപ്പോൾ റോമക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെ നശിപ്പിക്കും. അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയ്യഫസ് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. അവൻ ഇത് സ്വയമേത പറഞ്ഞതല്ല. പ്രത്യുത ആ വർഷത്തെ പ്രധാന പുരോഹിതനെന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയും അന്നു മുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് യേശു പിന്നീട് ഒരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല. അവൻ പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ ശിഷ്യന്മാരോടൊത്ത് വസിച്ചു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി പെസഹായ്ക്ക് മുമ്പേ ജെറുസലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചു, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അവൻ തിരുനാളിന് വരികയില്ലെന്നോ? അവൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടതിന് തങ്ങളെ അറിയിക്കണമെന്ന് പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും കൽപ്പന കൊടുത്തിരുന്നു. ഈശോ കണ്ണീർ പൊഴിച്ചു. യോഹന്നാൻ 11:35. ഇതാണ് ബൈബിളിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് വേഴ്സ്, ഏറ്റവും ചെറിയ വചനം. എന്തിനാണ് ഈശോ കരയുന്നത്? തൻ്റെ ഉറ്റ ഫ്രണ്ടായ മേരി കരയുന്നു. അപ്പോൾ ഈശോയുടെ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ശക്തമായ ഒരു പ്രകടനമാണ് മേരിയോടുള്ള അനുകമ്പയും ഒപ്പം ലാസർ നഷ്ടപ്പെട്ടത് മുഖേനയുള്ള ഈശോയുടെ വിഷമവും ഈശോയുടെ കരച്ചിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അടുത്തത് ഈശോയുടെ ദൈവത്വത്തിന് ഏറ്റവും പവർഫുള്ളായ ഒന്നാണ് പിന്നീട് നമ്മൾ കാണുന്നത്, ലാസറേ, പുറത്ത് വരിക. ഈ 3 വേർഡ്സ്. അപ്പോൾ അങ്ങനെ മരിച്ചവൻ പുറത്തു വരുന്നു. വിശുദ്ധ യോഹന്നാൻ ഇത് ഈശോ പ്രവർത്തിച്ച അവസാനത്തെ അടയാളമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ ഈശോയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ ഏറ്റവും അധികം ഭയത്തോടെ നോക്കുന്നത് മരണത്തെയാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ മരണത്തെ പോലും നമ്മൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. വിശുദ്ധ യോഹന്നാൻ ലാസറിൻ്റെ ഈ മരണത്തെ അവതരിപ്പിക്കും. മരണത്തിൽ നിന്ന് തിരിച്ച് ജീവനിലേക്ക് വരുന്ന ഒരു സന്ദർഭമായിട്ട് നമ്മളതിനെ കണക്കാക്കാം. അപ്പം തന്നെ നമുക്ക് വലിയൊരു ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ദിവസം മരിച്ച് എന്താ പറയുക, ദുർഗന്ധം ഉണ്ടായിരിക്കുന്ന പറഞ്ഞത്, അല്ലേ? അപ്പം ഇങ്ങനെയൊരു അത്ഭുതം ദൈവം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ ഈ മരണത്തിന് ശേഷം മറ്റൊരു ജീവിതം നമുക്കുണ്ട്. അപ്പോൾ എത്ര നമ്മളത് മനസ്സിലേക്ക് കൊണ്ടുവരണം. ഈ മരിച്ച് അടക്കി ഒരുപാട് പേര് കരയുന്നു, ഇത്രയും ദിവസമായിട്ട് വിഷമിച്ച് വേദനിച്ച് വീട്ടിലിരുന്നു. ഈ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ലാസർ പുറത്ത് വരുമ്പോൾ എന്തൊരു അത്ഭുതമായിരിക്കും. നമ്മുടെ തന്നെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു പോയതിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് ജീവനിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്?
അത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പം നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുള്ളിടത്തോളം കാലം നമ്മൾ ഈ മരണത്തെ പോലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മളൊക്കെ വയ്യാണ്ട് ഐസിയുവിൽ കിടക്കുമ്പോഴത്തേന് നമ്മുടെ അടുക്കൽ ഏറ്റവും വിശ്വസിച്ച് വരുന്നത് ആരാ ഉള്ളത്? ഐസിയുവിൽ കിടക്കുമ്പോൾ അതിന് ഈശോയെ വരത്തുള്ളൂ, വേറെ ആരും ഇല്ല. അപ്പം മരണത്തിൻ്റെ നിമിഷവും മരണത്തിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ. അപ്പം ഈശോയെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് വേണ്ടി ഈശോ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. മരണ നിമിഷം എങ്ങനെ അതെങ്ങനെ ആ വെപ്രാളമൊക്കെ നമുക്ക് തരണം, ഓവർകം ചെയ്യാം. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയത്തോടെ നോക്കുന്ന മരണത്തെയാണ് അല്ലേ? അപ്പോൾ ഇത് ഏറ്റവും പ്രതീക്ഷ തരുന്ന ഒരു ഭാഗമാണ് ലാസറിൻ്റെ മരണം. അത് ലാസറിനെ തിരിച്ച് ജീവനിലേക്ക് വിടുന്നു. അപ്പം തന്നെ നമ്മുടെ ഈശോ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നു. നമ്മുടെ ബൈബിളിൽ പറയുന്ന വിശ്വാസങ്ങൾ നമ്മളെ ഒരിക്കലും നമ്മളെ വഴിവെക്കുന്ന പോകുന്നൊരു ദൈവമല്ല. നമ്മുടെ മരണത്തിനപ്പുറവും നമ്മുടെ കൂടെ നിൽക്കുന്നൊരു ദൈവമാണെന്നുള്ള തിരിച്ചറിവിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്.